കേരളത്തിലെമ്പാടും ആഞ്ഞടിച്ച ഒരു തരംഗമുണ്ട്. ആ തരംഗം അതിൻ്റെ പൂർണ്ണതയിലെത്തിയെങ്കിൽ ഞങ്ങൾ 9 സീറ്റ് വരെ കൊല്ലം ജില്ലയിൽ നേടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ബാക്കി 2 സീറ്റുകൾ ഞങ്ങൾ അവഗണിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുന്നണികൾ കുട്ടിക്കിഴിക്കലുകളാണ്. കൊല്ലം ജില്ലയുടെ മുന്നേറ്റത്തെ സംബന്ധിച്ച് DCC പ്രസിഡന്റ് തന്നെ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായി. എന്താണ് നമ്മുടെ ഒരു വിലയിരുത്തൽ, കണക്കൂട്ടൽ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു അവലോകനം ഉണ്ടായിരുന്നു. ആ അവലോകനം പൂർണ്ണമായി ശരിയായി. ഞങ്ങളൊരു ഹിയർസേ പറയുന്നതല്ല, വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 7+ സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെമ്പാടും ആഞ്ഞടിച്ച ഒരു തരംഗമുണ്ട്. ആ തരംഗം അതിൻ്റെ പൂർണ്ണതയിലെത്തിയെങ്കിൽ ഞങ്ങൾ 9 സീറ്റ് വരെ കൊല്ലം ജില്ലയിൽ നേടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ബാക്കി 2 സീറ്റുകൾ ഞങ്ങൾ അവഗണിക്കുന്നില്ല. പക്ഷേ അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഉറപ്പിക്കാവുന്ന 7 സീറ്റുകളുടെ പേരൊന്ന് ഏത് സീറ്റാണെന്ന് വ്യക്തമാക്കാൻ കിട്ടിയാൽ നന്നായിരിക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രമുണ്ട്. 2 MLA-മാർ എക്സിസ്റ്റിംഗ് ആയിരുന്നു. ആ സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അന്ന് 1000-നും 2000-നും 2700 വോട്ടിനും തോറ്റ 3 നിയോജകമണ്ഡലങ്ങളുണ്ട്. കുന്നത്തൂര്, ചവറ, കൊല്ലം. ഈ 3 സീറ്റുകളെ ഞങ്ങളെ ഈസി വാക്ക് ഓവറാണ്. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. പത്തനാപുരം സീറ്റ് അവിടെ അവസാനമുണ്ടായ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ജ്യോതികുമാർ ചാമക്കാല 5 വർഷക്കാലമായി അവിടെ താമസിച്ച് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കൊട്ടാരക്കര ഫൈറ്റിംഗ് സീറ്റാണ്. പക്ഷേ കോൺഗ്രസ്സിലേക്ക് വന്ന CPM-ൻ്റെ 3 തവണ MLA ആയിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റി, അവർക്ക് ഒരു വിഭാഗം ഇടതുപക്ഷക്കാരുടെ വോട്ടുകൾ കിട്ടും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടും ഐഷ പോറ്റിയുടെ വോട്ടും കൂടെ ചേർന്നാൽ ആ സീറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നല്ല ഫൈറ്റ് നടന്ന നിയമമണ്ഡലമാണ് ഇരവിപുരം. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, കോൺഗ്രസ്സിലുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റായി ഇരവിപുരത്തെ ജനങ്ങൾ തോളിലേറ്റിയ UDF തോളിലേറ്റിയ സ്ഥാനാർത്ഥിയാണ് വിഷ്ണുമോഹൻ. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലാപ്സുമില്ലാതെ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഞങ്ങളെ ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സീറ്റ് പ്രതീക്ഷിക്കുകയാണ്. ചടയമംഗലം ഞങ്ങൾക്ക് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വളരെ സന്തോഷത്തോടുകൂടി. അവിടെ എതിർ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ CPI-യിലെ പ്രശ്നങ്ങൾ നമുക്ക് വോട്ടാകുകയും നമ്മൾ അങ്ങനെ പിടിച്ചെടുക്കും. ഇന്നിപ്പോൾ CPI-യുടെ ഷുവർ ലിസ്റ്റിൽ സീറ്റില്ല. അവർ അതെ, അവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഒന്ന്, മന്ത്രിയുടെ ചില പരിമിതികൾ, മന്ത്രിക്കുള്ള നെഗറ്റീവ്സ്, അതോടൊപ്പം CPI-ക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങൾ. RSPയിലേക്ക് മാറിയ CPI-യുടെ സമുന്നതനായ നേതാവിന് സ്വാധീനമുള്ള നേതാവാണ്. ആ എല്ലാ കാൽക്കുലേഷനും വെക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. MM നസീർ കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥിയാണ്, KPC ജനറൽ സെക്രട്ടറിയാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. MM നസീർ ജയിച്ചു വരും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ.